എല്ലാവർക്കും വിഷുദിനാശംസകൾ. ഇന്ന് നമ്മൾ 2 ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് മാമ്പഴ പുളിശ്ശേരിയും ഒന്ന് വിഷുവടയുമാണ്. ആദ്യം നമുക്ക് വിഷുവട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് പാകത്തിന് ഉപ്പിടാം. എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ അപ്പത്തിന് വേണ്ട മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി തണുക്കാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് അപ്പത്തിൻ്റെ അകത്ത് വെക്കാനുള്ള ഇതുണ്ടാക്കാം. അതിന് ഞാൻ ഇച്ചിരി തേങ്ങ, ശർക്കര, ഏലക്കപ്പൊടി, ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കുഴച്ച് വെക്കാം. ഞാനിവിടെ അപ്പത്തിൻ്റെ അകത്ത് വെക്കുന്നത് മിക്സ് ആക്കിയിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് മാവ് തണുത്തപ്പോഴത്തേക്കും അത് ശരിക്കും ഞാൻ കുഴച്ച് വെച്ചു. ഇനി നമുക്ക് ആ മാവിൻ്റെ അകത്തുനിന്ന് ഇച്ചിരി മാവ് എടുത്ത് ഇതിൻ്റെ അകത്ത് പരത്താം. കനം കുറച്ച് ഇത് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിരുന്ന മാവിൻ്റെ അകത്ത് വെക്കുന്ന ഇടാം. പരത്തി ഇടണേ. സ്പൂൺ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാനിത് കൈ എടുത്ത് നല്ലതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ട് അത് വരണം. അത് കഴിഞ്ഞിട്ട് ഇത് ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ അമക്കി കൊടുത്തിട്ട് ഇത് വേവാക്കണം. മറ്റൊരു സൈഡിൽ ഞാൻ ഇവിടെ അപ്പച്ചമ്പ് വെള്ളം ഇട്ട് ആവി വരാൻ വെച്ചിട്ടുണ്ട്. ആണ്ടേ അമ്മയുടെ പായസം ഇവിടെ ഒരു സൈഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച അട നമുക്കത് പ്ലേറ്റിലോട്ട് എടുക്കാം.